ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഗോതമ്പ് പുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഗോതമ്പ് പൊടി ആദ്യം നന്നായിട്ട് വറുത്തെടുത്തു. കരിഞ്ഞു പോകാതെ നന്നായിട്ട് വറുത്തെടുത്ത ഗോതമ്പ് പൊടി ഉപ്പും ലേശം വെള്ളവും തളിച്ച് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് നനച്ചെടുത്ത പൊടി നമ്മുടെ കയ്യിലെടുത്തൊന്ന് ഉരുട്ടി പിടിച്ചാൽ ഉരുളയായി കിട്ടണം. അതേപോലെ രീതിയിൽ നന്നായിട്ട് നമ്മൾ നനച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെടുത്തത് 2 ഏത്തപ്പഴമാണ്. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ് നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത്. നമ്മളൊന്ന് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. 4ആയിട്ട് ഇത് കീറി നമുക്ക് ചെറിയ പീസായി നമ്മളിത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നനച്ച് വെച്ച പുട്ടിൻ്റെ പൊടിയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കണം. അരിഞ്ഞ ഏത്തപ്പഴവും പുട്ടിൻ്റെ പൊടിയും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഏത്തപ്പഴം ചേർത്തുണ്ടാക്കുന്ന പുട്ട് നമുക്ക് കഴിക്കാൻ കറിയുടെ ഒന്നും ആവശ്യമില്ല, പഴവും ചേർക്കേണ്ടതില്ല. ഇത് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു കുറ്റിയിലേക്ക് മാവിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാനാണ്. അതിലേക്ക് നമ്മൾ തേങ്ങ കുറച്ച് ആദ്യം ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്ത പുട്ടിൻ്റെ പൊടി കൂടി നമുക്ക് നിറച്ച് കൊടുക്കാം. മുകളിലായി കുറച്ച് തേങ്ങ കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. പുട്ടിൻ്റെ കുറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കേണ്ടതാണ്. നമ്മൾ മാവ് നിറച്ചു, അതിൻ്റെ മുകളിൽ തേങ്ങയും വെച്ച് നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. ആവി വരുന്ന കുക്കറിൻ്റെ മുകളിലാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിരട്ടപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കറി ചേർത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ കറിയും ചേർത്ത് കഴിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും പുതിയ വിശേഷങ്ങളും റെസിപ്പികളുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ